ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ഹെൽത്തി ചിക്കൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. അത് ഉപ്പും കുരുമുളകൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അടുത്തതായി യെല്ലോ ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഐറ്റംസ് ആണ് നമുക്കിവിടെ സാലഡിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ തന്നെ അല്പം ഇഞ്ചിയും ചേർക്കാം. നമുക്കിതൊരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ സവാള ആഡ് ചെയ്തു, പിന്നെ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തു, പിന്നെ നമ്മുടെ യെല്ലോ ക്യാപ്സിക്കം ആഡ് ചെയ്തു, ഫൈനലി നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കവും ആഡ് ചെയ്തു. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ക്രഞ്ചിനെസ് നമ്മൾ വെജിറ്റബിൾസ് കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടും. ആ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാലഡിലേക്കാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി 2 മിനിറ്റ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതുപോലെ 2 മിനിറ്റ് ഇളക്കിയപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മുടെ പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇനി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സ്ലൈസായിട്ട് അരിയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു സൈഡ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിങ്ങി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിങ്ങി സ്ലൈസായിട്ട് അരിയാം. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ചിക്കനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സാലഡിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഹാഫ് ലെമൺ ആവശ്യമുണ്ട്. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സാലഡിലേക്ക് 1 സ്പൂൺ ഒലീവ് ഓയിലാണ്, അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ അടിപൊളി ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.